മുസ്ലിം സമൂഹത്തിനോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ 90 കൊല്ലമായി പണ്ഡിതന്മാരിവിടെ സംഘടന ഉണ്ടാക്കി നിങ്ങളെപ്പോലുള്ള പാവങ്ങളെ വഞ്ചിച്ച് 3 നേരം ബിരിയാണിയും 10 കഴിച്ച് നിന്ന് അവസാനം ഈമാനില്ലാതെ കൊല്ലിച്ച് കബറി കൊണ്ടുവന്ന് വെച്ചാൽ അവസാനം കബറിൻ്റെ മുകളിൽ നിന്ന് തൽക്കീനും ആ കബറി കിടക്കുന്നതെന്ന് കേട്ടിട്ട് അവിടെ നിന്ന് എണീച്ച് വരാണെങ്കിൽ ഈ ജല്ലിക്കട വലിയ തലയുണ്ടാവില്ല. കാരണം അത്ര കളവാണ് അവിടെ ഇരുന്ന് പറയണം. കരാറ് പുതുക്കി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ കബറിലേക്ക് വന്നാണ് എന്നോട് പറയുന്നത്. അവനിക്ക് എന്ത് കരാറ് ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒന്നാമത്തെ വിഷയം. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവർ വിശദീകരിച്ചാൽ പറയാനുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ചുരുക്കം ഈ സംഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരലോക വഴിയാണ്. ആദ്യം ഈമാൻ സലാമത്താകാം, മുസ്ലിം ആവാം. കാരണം ഇസ്ലാംകാരി 5 ഈമാൻകാരി ആകാണ്. അതിൽ 5 കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് ഇസ്ലാംകാരി. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഷഹാദത്ത് കലിമയിൽ ഇസ്ലാം ആവലും മുസ്ലിം ആവലും. അതിൻ്റെ പ്രവർത്തനം 24 മണിക്കൂറും വേണം. ഇത് നമ്മളൊരു പ്രാവശ്യം നാക്കുകൊണ്ട് ചൊല്ലി പുറത്തേക്ക് കളയേണ്ട ഒരു സാധനമല്ല. അത് 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട സാധനമാണ്. അത് യഥാർത്ഥത്തിൽ ആലമറവിലിച്ചത്തെ കരാറ് പുതുക്കണമെങ്കിലും ഈ തൗഹീദ് വേണം. ഒരു മനുഷ്യൻ മുസ്ലിം ആവണമെങ്കിലും ഈ തൗഹീദ് വേണം. എല്ലാത്തിൻ്റെയും മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ അതിവിടെ ഇല്ലാത്തതിൻ്റെ കുറവ് അത് എവിടെയില്ല, നാക്കത്തുണ്ട്. ഹൃദയത്തിലോ അവൻ്റെ റൂഹിലോ കൽബിലോ ഇല്ല. കാരണം അതുല്ലാതെ എനിക്കൊരു വാക്ക് പറഞ്ഞു, അവസാന കാലത്തെ പണ്ഡിതന്മാരുടെ ഇൽമ് അവരെ ഹൽക്ക് വിട്ട് കീഴ്പോട്ടിറങ്ങില്ലാന്ന് പറയും. അങ്ങനത്തെ ഒരു കാലമുണ്ട്. അത് പണ്ഡിതന്മാർ തന്നെയല്ല, എല്ലാവരും ഹല്ലതാണ്. അപ്പോൾ അത് നമ്മുടെ കീഴ്പോട്ടിറക്കി റൂഹിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇവിടെ ദുനിയാവിൽ പരലോകം സമ്പാദിച്ച മനുഷ്യനായി, അവരുടെ പുഞ്ചിലോട് മരിക്കുന്നൊരു മനുഷ്യരായി, മോമിനിയങ്ങളായി. അപ്പോൾ ഈ മുസ്ലിമും മോമിനും തമ്മിൽ എപ്പോഴും ശത്രുവാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ടായി, ഒരു യഥാർത്ഥ മോമിൻ്റെ ശത്രു ഒരു മുശ്രിക്കല്ല, പിന്നെ ഒരു മുസ്ലിമാണെന്ന് പറയാം. അപ്പം മുസ്ലിമും മോമിനും തമ്മിൽ അന്നേ ശത്രുവാണ് ഇവിടെ, ഇപ്പോഴും ശത്രുവാണ്. കാരണം എന്തുകൊണ്ട് കാര്യം അറിയാത്തതുകൊണ്ട്. അപ്പോൾ ആ വഴിയാണിത്. അത് പരലോക ലക്ഷ്യമാണ്. പിന്നെ ഈ ഒരു വിവരം, ഈ തൗഹീദിൻ്റെ വിവരം 1,24,000 അഭ്യാക്കന്മാരും ഈ ദുനിയാവിൽ കൊണ്ടുവന്നൊരു സംഗതിയാണ് ഈ തൗഹീദ്. അപ്പോൾ ഇത് ജനങ്ങൾ അറിയാതെ പോകരുത്. അതൊരു പിടിവാശിയാണ്. കാരണം അല്ലെങ്കിൽ നാളെ മാശയിൽ ചെല്ലുമ്പോൾ നിങ്ങളെപ്പോലുള്ളവരെന്ന് അറിയാത്തതിന് നമ്മൾ അറിയില്ല, നിങ്ങൾക്കറിയാവുന്ന വഴി ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞതില്ല, അത് ഞങ്ങളെ പിടികൂടും. അപ്പോൾ അത് പിടികൂടാതിരിക്കാനും അവിടെ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി മാത്രമാണ് ഈ തൗഹീദ് ഇങ്ങനെ പരിചയപ്പെടുന്നതും. ഇന്ന് ഒരു സൗകര്യം അല്ലെങ്കിലും ഓരോരുത്തർക്കും മൊബൈൽ വഴി വീട്ടിലിരുന്ന് 24 മണിക്കൂറും കാണാവുന്ന സംവിധാനം ഇന്ന് നമ്മുടെ 4 ദിവസത്തെ പരിപാടിയിലുണ്ട്. അപ്പോൾ അത് കുറേ ദുനിയാവുണ്ടാക്കാനോ മറ്റുള്ള കാര്യത്തിനല്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഹൃദയത്തിൽ പ്രവർത്തിച്ച് അതിൻ്റെ വഴി തേടി പിടിച്ചാൽ നമുക്ക് പൂർണ്ണ ഈമാനോടുകൂടി പുഞ്ചിരിച്ച് പിടിച്ച് മരിക്കുക. അത് മാത്രമേ അതിൻ്റെ ഉദ്ദേശമുള്ളൂ. പിന്നെ ദുനിയാവ് അത് മോമിനികളെ സംബന്ധിച്ച് കാനാക്കാൻ നല്ലതിനാണ് റസൂലുൽ മോമിനീൻ എന്ന് പറയുന്നത്. മോമിനികളുടെ കാര്യം നോക്കണം അവിടെയാണ്. അത് അള്ളാഹ് ഏത് വഴിക്കെങ്കിലും എത്തിച്ചു തരും. അതിൽ യാതൊരു കുഴപ്പവും വേണ്ട. കാരണം മോമിനികളെ സംബന്ധിച്ച് അള്ളാഹിൻ്റെ കുദറത്തിൽ വിശ്വസിക്കേണ്ട ആൾക്കാരാണ്. ആ കുദറത്തില്ലാതെ നിങ്ങളും ശാസ്ത്രത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ കാര്യം പോക്ക് തന്നെയാണ്. അപ്പം ഇത് നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത് ജനങ്ങൾ ഇതിൽ കൂടി പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പണ്ഡിതന്മാരെ ആഫീസ് കൂട്ടും. അപ്പോൾ അത് പ്രചരിക്കാതിരിക്കാൻ വേണ്ടി പല വക അണികൾ, പണ്ഡിതന്മാരെ അണികളെ വിട്ട് പല വക തെറ്റിദ്ധരിപ്പിക്കലും തീവ്രവാദി, മറ്റേവാദി, മറിച്ചേവാദി ഇതെല്ലാം പറഞ്ഞ് തെറ്റിപ്പിരിച്ച് ഇതിൽ അകത്തുന്ന ജോലിയാണ് ഇന്നത്തെ പണ്ഡിതന്മാർക്കുള്ളത്. കാരണം ഇബ്ലീസ് സ്വതന്ത്രമായിട്ടിരിക്കുക, മൂപ്പര് റെസ്റ്റ് എടുത്തിരിക്കുക. ആ ജോലി പണ്ഡിതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ചുരുക്കം പറയുക. പണ്ട് ദുൽമിശ്രീള്ളാഹിന് ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഇബ്ലീസിനെ കണ്ടൊരു സ്ഥലത്ത് ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക? അതൊന്നുമല്ല തങ്ങളെ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കുക. കാരണം എൻ്റെ ജോലി ഞാൻ പണ്ഡിതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഇനി അതുപോലെയാണ് പറഞ്ഞാൽ പണ്ഡിതന്മാരെ പറ്റി ഒരുപാട് അതീശകളുണ്ട്. അത് പറയും പണ്ഡിതന്മാരെ ഞാനല്ല തെരുവിളിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ അത്രയും കിടപ്പത്തിലൊന്നും ഇവിടെ ഞാനോ നമ്മളും ശിഷ്യന്മാരോ പണ്ഡിതന്മാരോ ആരും പറയാനുള്ള. വളരെ ലളിതമായിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുള്ളൂ. എന്നിട്ടും അത് മനസ്സിലാക്കാൻ റെഡിയല്ലെങ്കിൽ അവർ പരലോകം അറിഞ്ഞില്ല. പക്ഷേ ഇന്നത്തെ പരിപാടി ലോകം മുഴുവൻ വീട്ടിലിരുന്നാലും ജനങ്ങളെ അറിയത്തക്ക രൂപത്തിലുള്ള സംവിധാനം വീഡിയോ മോഡിയൊക്കെ ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കാരണം ഈ വീട്ടിൽ TV ഇല്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞാലും ഒരു മൊബൈലില്ലാത്തവൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ മൊബൈലിൽ അതിൻ്റെ ബോർഡ് മേടിച്ച് പാസ്വേഡ് മേടിച്ച് കഴിഞ്ഞാൽ ആ മൊബൈൽ തുറന്ന് 24 മണിക്കൂർ തൊട്ടുകൊണ്ടിരിക്കുക. ഇവിടെ നടക്കുന്ന പരിപാടി ലൈവിൽ അപ്പൊക്കപ്പം കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് ഇപ്പോൾ കാരണം. കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല, നമുക്ക് സംസാരിക്കാനുള്ള സമയമൊക്കെ ആവശ്യമുള്ള അപ്പോൾ പറയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കാരണം കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതും നിങ്ങൾക്ക് സാലിഹായ അമലാക്കി നിങ്ങൾക്ക് ശരിക്കും തരട്ടെ. കാരണം ഇത് നമ്മൾ അങ്ങേയറ്റം പരാജയത്തിലാണ്. പറയാൻ വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒന്നും പറയാനില്ല. ഇൻഷാ അല്ലാഹ് പൊതുജനങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് ഇൻഷാ അല്ലാഹ് ഒരു സമയത്ത് വിവരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.